ഹായ്. വർഷങ്ങൾക്ക് ശേഷം മേരിലാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. നമ്മളെല്ലാവരും കുറേ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് സിനിമ കാണാൻ പ്രതീക്ഷിച്ചിരുന്നൊരു സമയമാണ്. ഇന്ന് റിലീസായി രാവിലെ. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, അജു വർഗീസ്, നിവിൻ പോളി, ദീപക് പറമ്പോൾ, അങ്ങനെ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ വലിയൊരു താരനിര ഉള്ളതാണ് സിനിമ. ബേസിൽ, നീരജ് മാധവ് ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്ക് കാണാൻ വേണ്ടി നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കെന്തോ സിനിമ എവിടെയോ കുറച്ച് സ്ഥലത്തൊക്കെ എനിക്ക് വർക്കാവാണ്ട് പോയൊരു സിനിമ എന്നുള്ളൊരു ഫീല് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പല അഭിപ്രായങ്ങളുണ്ടാവാം. നല്ല സിനിമയാണ്, മോശം സിനിമയാണ്, വളരെ മോശമാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ എനിക്ക് നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു തരക്കേടില്ലാത്ത സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിനീത്, ധ്യാൻ, ബേസിൽ ഇവരൊക്കെ ചേർന്ന ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ ഇവരുടെ തുടക്കകാലം തൊട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രായം, സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം തുടങ്ങി ഒരു വയസ്സാവുന്ന പ്രായം വരെയുള്ള ഒരു ജേണിയിൽ സംഭവിക്കുന്ന സിനിമയുമായി അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന കുറേ ജീവിതങ്ങളെ പറ്റിയുള്ള സിനിമയാണ്. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ പുറകിൽ ഇമോഷൻസ്, അതിന് പുറകിൽ ഉണ്ടാവുന്ന വർക്ക്, എത്രമാത്രം ടാസ്ക് ഉണ്ട് ഇത് ഒരു സിനിമ പുറത്തിറങ്ങാൻ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു 7 പാട്ടുകളോളമുള്ള സിനിമ. അപ്പോൾ നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഇവർ രണ്ടുപേരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇവരുടെ ചെറുപ്പകാലം തൊട്ട് കാണിക്കുന്നുണ്ട്. ട്രെയിലറിലൊക്കെ കാണിച്ച പോലെ ഇവർ മദ്രാശിയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഒരു പ്രായമാകുമ്പോൾ ഒരാൾ സിനിമ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യം പറയുന്ന ഒരു സിനിമയാണ്. തുടക്കകാലം കൊണ്ട് നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ ഇതിനു വേണ്ടി വളരെ മെലിഞ്ഞ് ശരീരമൊക്കെ മാറ്റി പ്രകൃതിയൊക്കെ മാറ്റിയിട്ട് വരുന്നൊരു സംഭവമുണ്ട്. പക്ഷെ എനിക്ക് അവിടെയൊക്കെ ധ്യാൻ ശ്രീനിവാസനൊക്കെ കാണാമായിരുന്നു. വലിയൊരു മാറ്റം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഓക്കെ എന്നുള്ളൊരു ആ വലിയ തടി വെച്ച് ധ്യാൻ ശ്രീനിവാസനിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ദീപക് പറമ്പോളിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് തന്നെ ദീപക് പറമ്പോൾ ചെയ്തൊരു കഥാപാത്രമുണ്ട്. എനിക്ക് ദീപകിൻ്റെ ബാക്കിയെല്ലാ സിനിമകളിലും ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ടെങ്കിൽ ഏറ്റവും പക്കയായിട്ട് പുള്ളിക്ക് യോജിച്ചൊരു കഥാപാത്രം എന്ന് തോന്നിയത് എനിക്ക് ഈ സിനിമയാണ്. പുള്ളി അതിലങ്ങ് ജീവിക്കായിരുന്നു. വളരെ ചെറിയൊരു പീരീഡ് മാത്രമേ പുള്ളി വരുന്നുള്ളൂ, പക്ഷെ അതിലങ്ങോട്ട് ജീവിക്കുമായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ വരുന്ന ഒരു മ്യൂസീഷ്യൻ റോളിലാണ്. അത് നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം. വിനീത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു മുരളി, പഴയ ഒരു മുരളി ടച്ചിലാണ് പ്രണവ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ തുടക്കത്തിലൊക്കെ പ്രണവ് എനിക്കെന്തോ എവിടേക്കോ ആർട്ടിഫിഷ്യലായിട്ടാണ് പ്രണവും ഈവൻ ധ്യാൻ പോലും പലപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കി ചിരിക്കുക, ഉണ്ടാക്കി പറയുക എന്നൊക്കെ പറയില്ല, ആ മൂഡിലേക്കൊക്കെ എത്തുന്ന പോലെ ഇതിൽ കുറേ സ്ഥലത്ത്. അതായത് ധ്യാനൊക്കെ ചെറുപ്പകാലത്തിൽ ഓക്കെ ആയിരുന്നു, പുള്ളി അഭിനയിച്ച് പോകുന്നുണ്ട്. പക്ഷെ ധ്യാനിൻ്റെ ഒരു പ്രായം എത്തുന്ന ഒരു സീനിലേക്കൊക്കെ വരുമ്പോൾ കുറേയൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ധ്യാനിനെ കാണാം, ധ്യാൻ അഭിനയിക്കുകയാണെന്ന് കാണാം. അത് പ്രണവ് മോഹൻലാൽ ആയാലും അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്തു. പക്ഷേ ഈ സിനിമ കൊണ്ടുപോയത് ആരാന്ന് വെച്ചാൽ നിവിൻ പോളി വരുന്നുണ്ട്. നിവിൻ പോളി തൂക്കി എന്നൊക്കെ പറയൂലേ, അമ്മായിരാണ് നിവിൻ പോളിയുടെ പെർഫോമൻസ്. ഈ സിനിമയുടെ മൊത്തം കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന, അതായത് വിനീതായാലും ധ്യാനായാലും പ്രണവായാലും നെപ്പോ കിഡ്സ് ഭരിക്കുന്ന ഒരു മലയാള സിനിമ, അവിടേക്കാണ് ഞാൻ വരുന്നതെന്നൊക്കെ നിവിൻ ഓപ്പണായി പറയുന്നത്, അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യുന്ന ഒരു സാധനമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിവിനാണ് ഈ സിനിമയിൽ ഏകദേശം നമുക്കൊരു ഓക്കെ സിനിമ കാണുകയാണ്, നമ്മൾ ചിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും എക്സ്പ്രഷൻ ചെയ്യുകയാണ്, ഇതൊക്കെ തോന്നുന്നത് നിവിൻ്റെ ആ ഒരു പാട്ട് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് സിനിമ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി മൊത്തത്തിൽ നോക്കുമ്പം എനിക്കൊരു കുറേ സ്ഥലത്ത് ക്രിഞ്ച് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ട് ക്രിഞ്ച് തോന്നിയൊരു സിനിമ എന്നാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. കല്യാണി പ്രിയദർശനും നീതാ പിള്ളയാണ് ഇതിൽ പ്രധാനപ്പെട്ട നടിമാരായിട്ട് വരുന്നുള്ളത്. കല്യാണി പ്രിയദർശൻ എനിക്കെന്തോ വലിയ റോളൊന്നുമില്ല ഒരാളായിട്ടല്ല, പക്ഷെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരുടെ സൗണ്ട് കൊടുക്കാത്തതുകൊണ്ട് അത് അത്ര ക്രിഞ്ചായില്ല എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഏജ് ആവുന്ന ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരുടെ വായിൽ രണ്ടെന്തോ ഇവിടെ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് പ്രായമായി, അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളൊരു തരത്തിലൊക്കെ അതൊന്നും കുഴപ്പമില്ലാതെ പോകുന്നു. നീതാ പിള്ളയും പുള്ളിയുടെ അവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഷാൻ റഹ്മാനാണ് മ്യൂസീഷ്യൻ. പുള്ളി ചളിയൊക്കെ കാണിക്കുന്നതിൽ പുറത്തും അടിപൊളിയാണ്. ആ സാധനം തന്നെയാണ് ഇതിലും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളിയുടെ സാധനം പുള്ളി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ട്.
അത് ഓക്കെയാണ്. പിന്നെ ഒരു 7 പാട്ടെന്തോ മ്യൂസിക് വൈസ് തന്നെയാണ് ഈ സിനിമ മൊത്തം പോകുന്നുള്ളത്. 7 പാട്ടെന്തോ ഇതിലുണ്ട്, 7ആണെന്നാണ് എൻ്റെ ഉറപ്പ്, 7-6 പാട്ടുകളാണ് ഇതിലുള്ളത്. അതിൽ ആദ്യം വെക്കുന്ന കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു ഓക്കെയാണ്. പിന്നെ ഈ ഒരു ഗസൽ മൂഡ്, അല്ലെങ്കിൽ ഈ പണ്ടത്തെ മുരളിച്ചേട്ടൻ്റെ ഒരു ടൈപ്പ് എന്തെയൊന്നും വന്നില്ല, ആ ഒരു സാധനമാണ് ഫസ്റ്റ് പാട്ടിൽ ഇവർ പരീക്ഷിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അത് വിനീത് ശ്രീനിവാസൻ്റെ സൗണ്ടും ആ അറ്റ്മോസ്ഫിയറും ഒന്നും എനിക്ക് അങ്ങനെ അത്ര വർക്കായില്ല. പിന്നെ ബാക്കിയുള്ള പാട്ടുകളും അതെ, എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഈ റിപ്പീറ്റഡ് ആയിട്ട് കേൾപ്പിച്ചിരുന്ന പാട്ട് ഒട്ടും ബോറില്ലാണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നൊരു പാട്ടായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഈ ഹൃദയമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഈ സിനിമ. ആ ഒരു മൂഡിലൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് ഒരു ഓക്കെ സിനിമയായിരിക്കും. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പകുതിയിൽ നിന്ന് ഫസ്റ്റ് ഹാഫ് എന്നൊരു കഥ തീരാണ്, സെക്കൻഡ് ഹാഫ് നിന്ന് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നു, പ്രായമാവുന്നു, അങ്ങനെ പോകുന്ന ഒരു സാധനം. ഇത് മൊത്തത്തിൽ നോക്കുമ്പോഴേ സിനിമയിൽ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പടത്തിനെ പറ്റി 2 അഭിപ്രായമാണ്, കൊള്ളാം, തീരെ കൊള്ളില്ല, ഇങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സിനിമ, എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണാം. ഹൃദയമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഏറെക്കുറെ ഇഷ്ടമാവുന്ന അങ്ങനെ ഒരു സിനിമയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.